ഗുഡ് മോർണിംഗ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. യെസ്, എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ മാർച്ച് 10. അപ്പോൾ അന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ സർപ്രൈസ് തരാനറിയാത്ത കെട്ടിയോൻ രാത്രി 12 മണിക്ക് എഴുന്നേറ്റ് കേക്കൊക്കെ സെറ്റ് ചെയ്ത് എന്നെയും എൻ്റെ മോളെയും വിളിക്കുന്ന സീനാണിത്. അവൾക്ക് ഭയങ്കര പരിഭവമായിരുന്നു. കാരണം ഇച്ചുവിന് മാത്രം കേക്ക് വാങ്ങിച്ചു കൊടുത്തു, എനിക്ക് വാങ്ങിച്ചു തന്നില്ല, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അവൾ. ആ ഒരു സീനാണ് ഇപ്പോൾ കാണുന്നത്. മെഴുകുതിരി എല്ലാം ഊതിക്കെടുത്തിയാൽ ആ റൂമിൽ പിന്നെ ലൈറ്റ് ഉണ്ടാവില്ല എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്ക് അപ്പം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം ഊതിക്കെടുത്തി, അതുകൊണ്ട് ലൈറ്റും പോയി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം ഭയങ്കര സ്നേഹമുള്ള ആളാണ് എൻ്റെ ഹസ്ബൻഡ്. പക്ഷേ ഇങ്ങനെ സർപ്രൈസ് തന്നിട്ടൊന്നും അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ രാത്രി ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതായിരുന്നു കേട്ടോ എൻ്റെ ടെമ്പിൾ ഔട്ട്ഫിറ്റ്. അന്ന് രാവിലെ ഞാൻ ഇതായിരുന്നു ഉടുത്തിരുന്നത്. രസമില്ലേ? ഞങ്ങൾ ആദ്യം തന്നെ പോയത് എൻ്റെ നാട്ടിലുള്ള ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ. കാരണം എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും അവിടെ ശാശ്വത പൂജ കഴിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം പോയത് ആ അമ്പലത്തിലേക്കാണ്. നല്ല അമ്പലമല്ലേ, കൊള്ളാമല്ലേ? അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ നല്ല ഭയങ്കര രസമാണ് കേട്ടോ കാണാനും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി, തൊഴുതു, പൂജ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് തൃക്കണ്ണാട് അമ്പലത്തിലേക്കാണ്. അവിടെ ഇപ്പോൾ ആറാട്ടുത്സവം നടക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് മല്ലം അമ്പലത്തിലേക്കാണ്. അവിടെ പോയി തൊഴുതു. അത് കഴിഞ്ഞ് അനന്തപുരം അമ്പലത്തിലേക്ക് പോയി. അങ്ങനെ ഉച്ചവരെ നമ്മൾ ഓരോ അമ്പലത്തിലേക്ക് തന്നെയായിരുന്നു കേട്ടോ. ഉച്ചയാകുമ്പോൾ അമ്മ ടൗണിൽ നിന്ന് വരുമ്പോൾ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. അത് കഴിഞ്ഞ് രാത്രി ഞങ്ങൾ പോയത് കാഞ്ഞങ്ങാടായിരുന്നു. സെഞ്ച്വറി വെഡ്ഡിങ് സെൻറ്ററിലേക്ക് പോയി. അവിടെ നിന്ന് 2-3 ഡ്രസ്സ് എടുത്തു. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു. പിന്നെ ഒരു കോൺ വാങ്ങി, അത് കഴിച്ചു. എൻ്റെ ബർത്ത്ഡേ അങ്ങനെ